നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജനുവരി 28 ഞായറാഴ്ച മുതൽ ഫെബ്രുവരി 3 ശനിയാഴ്ച വരെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാല മേടക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ നിൽക്കുന്നത് 10-ലാണ്. 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. കർമ്മസിദ്ധി ഉണ്ടാവുക, അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള ഫലം, നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക. ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള സൂചനയുണ്ട്. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ചൊവ്വ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. 10-ൽ സൂര്യൻ നിൽക്കുമ്പോൾ കർമ്മസിദ്ധിയെ സൂചിപ്പിക്കുന്നു. നല്ല ഫലത്തെയാണ് പറഞ്ഞത് എങ്കിൽ 9-ൽ ചൊവ്വ നിൽക്കുമ്പോൾ കാര്യപരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവാത്ത രീതിയിൽ വരിക. ഓരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. 9-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് കാര്യപരാജയത്തെ സൂചിപ്പിക്കുന്നു. ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവാത്ത അവസ്ഥ വരിക, നല്ല ഫലം ലഭിക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ കുറയുക, വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവുകൾ കൂടുക, പലവിധങ്ങളായിട്ടുള്ള വ്യാധികൾ വന്നു ചേരുക. അപ്പൊ ഈ 9-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ ഭദ്രകാളി ഭഗവതിയെ മനസ്സിരുത്തി നല്ലോണം പ്രാർത്ഥിച്ചോളൂ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ. ഈ ശ്ലോകമൊക്കെ നാമം ജപിക്കുമ്പോൾ, പ്രത്യേകിച്ച് കൂടുതലും ജപിച്ചു കഴിഞ്ഞാൽ 9-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഫെബ്രുവരി 1 വരെ ബുധൻ 9-ലാണ്. പലവിധേന രോഗദുരിതങ്ങൾ വന്നു ചേരുക, വിചാരിക്കാതെ തന്നെ പനിയൊക്കെ വരിക, അങ്ങനെയുള്ള മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ 1 ശേഷം 10-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 10-ലേക്ക് വരുമ്പോൾ എല്ലാവരും പൊതുവെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വളരെ നല്ല ഫലം, ശത്രുപരമായിട്ടുള്ള ദോഷങ്ങളൊന്നും നമ്മളിലേക്ക് വരാത്ത അവസ്ഥ, ശത്രുനാശം ഉണ്ടാവുക. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 10-ാം ഭാവം കൊണ്ടാണ്. 10-ൽ ബുധൻ നിൽക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ തൊഴിലിൽ അഭ്യുന്നതി വന്നു ചേരുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. അതായത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സൊക്കെ വളരെ വർദ്ധിക്കുവാനായിട്ടുള്ള സാഹചര്യത്തെ 10-ലേക്ക് ഫെബ്രുവരി 1 ശേഷം ബുധൻ 10-ലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. മേടക്കൂറുകാർക്ക് കുറച്ചു കാലമായിട്ട് ജന്മത്തിലാണ് വ്യാഴം എന്നറിയാം, കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കലഹം ഉണ്ടാവുക, ബുദ്ധിമാന്ദ്യം ഉണ്ടാവുക. ബുദ്ധിമാന്ദ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ സാമാന്യന് ഉള്ളതായിട്ടുള്ള ആ ബുദ്ധി തന്നെ, നല്ല ബുദ്ധി തന്നെ നമുക്ക് തോന്നാതിരിക്കുക. വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി തോന്നിക്കഴിഞ്ഞാലാണല്ലോ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുക. ഇപ്പൊ തോന്നേണ്ട ബുദ്ധി വൈകുന്നേരം തോന്നിയിട്ട് കാര്യമില്ലല്ലോ, ആ സമയത്ത് തന്നെ തോന്നണ്ടേ. അതേപോലെ തന്നെ കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ കലഹം ഉണ്ടാവാനായിട്ട് ഇടയുണ്ട് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് കൂടുന്നൊരു കാലയളവിനെയാണ് വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, യഥാശക്തി വഴിപാടുകൾ കഴിക്കുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ സാധിച്ചു എന്ന് വരില്ലല്ലോ. നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ തന്നെയാണ് ശുക്രൻ നിൽക്കുന്നത്, വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക. ധർമ്മകാര്യ സിദ്ധി ഉണ്ടാവുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, പലവിധേന സുഖങ്ങൾ അനുഭവിക്കുക, ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക. അപ്പോൾ 9-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മോശഫലത്തെ സൂചിപ്പിച്ചു, 9-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിച്ചു. ഇതിൽ ഏത് ഫലമാണ് നമുക്ക് അനുഭവവേദ്യമായിട്ട് വരുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ആർക്കും സംശയം തോന്നാം. നമ്മുടെ ജാതകപ്രകാരം ശുക്രൻ വളരെ നല്ല ബലവാനായിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ശുക്രനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലത്തെയായിരിക്കും നമുക്ക് കൂടുതലും അനുഭവവേദ്യമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ചൊവ്വയ്ക്ക് ബലമില്ല എങ്കിൽ ആ ചൊവ്വയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലത്തെയും നമുക്ക് ഒരു പരിധിവരെ അനുഭവിക്കാൻ ഇടവരും എന്നൊന്ന് മനസ്സിലാക്കുക. കുറച്ചു കാലമായിട്ട് ശനി 11-ലാണ് നിൽക്കുന്നത്, വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. 11-ൽ ശനി നിൽക്കുമ്പോൾ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, പലവിധേന ധനലാഭം ഉണ്ടാവുക, നമ്മളുടെ പ്രതാപത്തിന് തന്നെ ആധിക്യം ഉണ്ടാവുക. എന്തായാലും മേടക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈശ്വര സേവയും നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും
നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. നാമസങ്കീർത്തനം മിസ്യ സർവ്വപാപത്രനാശനം. ഈ കലികാലത്ത് ഏറ്റവും ലളിതമായിട്ട് നമ്മളുടെ ദുരിതങ്ങളെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുന്നത് നാമജപത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക. അതായത് നാമജപം കൂടിയേ തീരൂ എന്നർത്ഥം. കാർത്തിക മുക്കാല രോഹിണി മകീരത്തര ഇടവക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് സൂര്യൻ നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഒട്ടും വിചാരിക്കാതെ തന്നെ പലവിധ ദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക. അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അപമാനം എന്ന മോശഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി, അപമാനം ഉണ്ടാവാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കി, അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് നല്ല ഫലത്തെ അല്ല പറയുന്നത്. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 9-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള അപമാനം എന്ന ഫലത്തെ ഇവിടെയും സൂചിപ്പിക്കുന്നു 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപമാനം എന്ന ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ഒട്ടും വിചാരിക്കാതെ തന്നെ മനസ്സിന് വിഷമമുണ്ടാക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരുവാനിടയുണ്ട് എന്ന് മനസ്സിലാക്കി ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചോളൂ. നമ്മളിലേക്ക് വരുവാനിരിക്കുന്ന പലവിധ ദുരിതങ്ങളെയും 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടുള്ള ദുരിതങ്ങളെ എല്ലാം ഒരു പരിധി വരെ ഒഴിവാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഫെബ്രുവരി 1-ാം തീയതി വരെ ബുധൻ 8-ലാണ്, അതിനുശേഷം 9-ലേക്കാവും. 1-ാം തീയതി വരെ 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യജയത്തെ സൂചിപ്പിക്കുന്നു. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വരിക. സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കുക. ധനപുഷ്ടി വന്നു ചേരുക. ധനത്തിന് വർധനവുണ്ടാവുക. ഗൃഹസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ മനസന്തോഷത്തോടു കൂടിയിരിക്കുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഫെബ്രുവരി 1-ാം തീയതി വരെ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 1-ാം തീയതിക്ക് ശേഷം 9-ലേക്ക് വരുമ്പോൾ പലവിധ രോഗദുരിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വിചാരിക്കാതെ തന്നെ പനിയൊക്കെ വന്നു ചേരുക. 12-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഒട്ടും വിചാരിക്കാതെ തന്നെ അലച്ചിലുണ്ടാവുക, വഴിനടക്കലുണ്ടാവുക, ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ വീണ്ടും വരിക, ഒന്നിടവിട്ട് ഒരു സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയാണ് 12-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 12-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കൂടുതൽ ജപിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്കൊന്നും പോകാൻ സാധിച്ചൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിരുത്തി നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി. യാതൊരു ദുരിതവും, അതായത് 12-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലത്തെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. 8-ലാണ് ശുക്രൻ നിൽക്കുന്നത്. നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഗൃഹ ആരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഗൃഹത്തിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 10-ലാണ് ശനി. 10-ൽ ശനി നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കണ്ടകശനി സ്ഥാനമാണ്. കർമ്മസിദ്ധി ഉണ്ടാവുക. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വരും ഒരു പരിധിവരെ. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് ധനം വന്നു ചേരാത്ത അവസ്ഥ, ആ ധനം ചിലവ് വരുന്നൊരവസ്ഥ. 10-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് വിദ്യാപരമായിട്ടും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പഠിക്കാൻ തോന്നാതിരിക്കുക വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ ഈ 10-ൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ടുള്ള മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ശബരിമല അയ്യപ്പസ്വാമിയെ മനസ്സിരുത്തി വിചാരിക്കുക. എപ്പോഴും എല്ലാവർക്കും ശബരിമലയ്ക്ക് പോകാൻ സാധിച്ചു എന്നും വരില്ലല്ലോ. അപ്പോൾ നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമാന്നുള്ള നാമൊക്കെ കൂടുതൽ ജപിച്ചോളൂ. ഈ ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും ഇടവക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ നാമജപത്തിലൂടെ അതിനെയെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. മകീരത്തര തിരുവാതിര പുണർന്നം മുക്കാലം മിഥുനക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 8-ലാണ് നിൽക്കുന്നത്. 8-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ഉപദ്രവത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7-ലാണ് ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വ 7-ൽ നിൽക്കുന്നതും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും സന്തോഷമുള്ള കാര്യമല്ല.
അതുകൊണ്ട് തന്നെ കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഉദരവ്യാധി എന്ന മോശഫലത്തെയും സൂചിപ്പിക്കുന്നു. അതായത് വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ ഒരു പരിധിവരെ എന്ന് മനസ്സിലാക്കി വളരെ നല്ല ശുദ്ധമായിട്ടുള്ള ആഹാരം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. ഫെബ്രുവരി 1-ാം തീയതി വരെ ബുധൻ 7-ലാണ്. 7-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും കലഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ കലഹം എന്ന മോശഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ടെന്ന് മനസ്സിലാക്കി അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. 1-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് ബുധൻ വരുമ്പോൾ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. കാര്യജയം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, നല്ല ഫലം അനുഭവിക്കുക, നമ്മളുടെ സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കുക, നല്ല രീതിയിൽ തന്നെ മനസന്തോഷം വന്നു ചേരുക, ധനപുഷ്ടി ഉണ്ടാവുക, ധനത്തിന് വർധനവുണ്ടാവുക. ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ ബുധൻ 8-ലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. അതായത് 8-ലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികൾക്കും കുടുംബസ്ഥർക്കും ഒക്കെ വളരെ നല്ല ഫലത്തെയാണ് ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലമായിട്ട് മിഥുനക്കൂറുകാർക്ക് വ്യാഴം 11-ലാണ്. 11-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക, ഇഷ്ടകാര്യ ലാഭം, സ്ഥാനാന്തര പ്രാപ്തി, ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക. 7-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ഉപദ്രവത്തെയാണ്. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ശനി നിൽക്കുമ്പോൾ നമുക്ക് വന്നു ചേരുവാനിടയിലുള്ള നല്ല ഭാഗ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു തടസ്സം വന്നു ചേരുക, പതുക്കെയാവുക. മന്ദൻ എന്നാണല്ലോ ശനിക്ക് പറയുന്നത് തന്നെ. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾക്കും ഒരു മുടക്കം വരിക, അത് ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരിക. എന്തായാലും മിഥുനക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. പുണർദം കാല പൂയമായില്യം കർക്കിടക കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 7-ലാണ് നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഉദരവ്യാധി ഉണ്ടാവുക, വഴിനടക്കൽ ഉണ്ടാവുക, കുറച്ച് അലച്ചിലുണ്ടാവുക. ഈ ഉദരവ്യാധി ഉണ്ടാവുക എന്ന് പറയുന്നത് വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. അപ്പൊ ഈ വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ നമുക്ക് വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ആഹാരം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു. ചൊവ്വ 6-ലാണ് നിൽക്കുന്നത്. നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്തൊരു കാലയളവ്. അതേപോലെ തന്നെ ഈ ചൊവ്വയെ കൊണ്ടാണ് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ വരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കാം. ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ അതെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ അനുകൂലമായിട്ട് വന്ന് ഭവിച്ച് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഫലം വളരെ നല്ല ഫലമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫലമാണ്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. ഫെബ്രുവരി 1-ാം തീയതി വരെ ബുധൻ 6-ലാണ്. 6-ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യജയം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, നല്ല ഫലം അനുഭവവേദിയായിട്ട് വരിക, സ്ഥാനലബ്ധി ഉണ്ടാവുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ഉദ്യോഗത്തിലൊക്കെ കയറ്റം ലഭിക്കുക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. കാരണം വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 1-ാം തീയതിക്ക് ശേഷം 7-ലേക്ക് ബുധൻ വരുമ്പോൾ കലഹം എന്ന മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. കലഹം ഉണ്ടാവുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നാൽ ഒരു പരിധി വരെ ഈ 7 നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് ഉള്ള മോശഫലത്തെ ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും, അല്ലേ? തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 10-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 10-ൽ വ്യാഴം നിൽക്കുമ്പോൾ കർമ്മവൈകല്യം ഉണ്ടാവുക, അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരാത്ത അവസ്ഥ. അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ
ഈ കർമ്മ വൈകല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ധനപരമായിട്ട് ചെലവുകൾ കൂടുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. 6ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വരിക, പലവിധ രോഗ ദുരിതങ്ങൾ വരിക. 8ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന കർക്കിടകക്കൂറുകാർക്ക് തന്നെ അറിയാം. കുറച്ചു കാലമായിട്ട് 8ൽ തന്നെയാണ് ശനി നിൽക്കുന്നത്. കുറച്ച് ദൈവാധീന കുറവിനെ സൂചിപ്പിക്കുന്നു. വിചാരിക്കാതെ തന്നെ കലഹം ഉണ്ടാവുക, ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് വരിക, ധനപരമായിട്ട് ചെലവുകൾ കൂടുക, സ്വജനങ്ങളോട് അകന്നു നിൽക്കുവാനായിട്ട് തോന്നുക. എന്തായാലും കർക്കിടകക്കൂറുകാരുടെ ഫലത്തെക്കുറിച്ച് ചന്ദ്രാൽ സൂചിപ്പിക്കുമ്പോൾ പല ഗ്രഹങ്ങളും കുറച്ച് മോശ സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെയും ശബരിമല അയ്യപ്പനെയും ഒക്കെ മനസ്സിരുത്തി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. 6ൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ടുള്ള ആ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. ഈ നാമമൊക്കെ ജപിക്കാം, ഈ സ്തോത്രമൊക്കെ ജപിക്കാം. സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവജ്ഞേ സർവവരതേ, എല്ലാം അറിയുന്ന ഭഗവതി. സർവവരതേ, എല്ലാ വരങ്ങളും തരുന്ന ഭഗവതി. സർവദുഷ്ടഭയങ്കരി, ദുഷ്ടന്മാർക്ക് ഭയങ്കരയായിട്ടുള്ള ഭഗവതി. സർവസ്യ ആർത്തിഹരേ ദേവി, സർവസ്യ ആർത്തി, ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലെങ്കിൽ നമ്മളുടെ ദുരാഗ്രഹം. ഹരേ ദേവി, നശിപ്പിക്കുന്ന നാരായണി നമോസ്തുതേ, ആ നാരായണിയെ ഞാൻ നമിക്കുന്നു. അപ്പോൾ ശത്രുപരമായിട്ടുള്ള ദോഷദുരിതങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം. സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. എന്തായാലും കർക്കിടകക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ നാമജപത്തിലൂടെ അതിനെയെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. 8ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ശനൈച്ഛരായ നമ എന്നുള്ള നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായി. മകം പൂരം ഉത്രം കാല ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന വാരം 6ലാണ് സൂര്യൻ നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ശത്രു ദുഃഖ രോഗശമനം, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാത്ത നല്ല ഫലം. അതേപോലെ തന്നെ ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ ശമനം വന്നു ചേരുന്ന ഒരു കാലയളവ്. ഏതെങ്കിലും വിധേന ദുഃഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ദുരിതങ്ങൾക്കെല്ലാം ശമനം വന്നു ചേരുന്ന ഒരു കാലയളവാണ് 6ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. വളരെ നല്ല ഫലമാണ് 6ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 5ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മാനസികമായിട്ടുള്ള ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുവോ, അതേപോലെ തന്നെ രോഗ ദുരിതങ്ങൾ വന്നു ചേരുവോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം. മാനസികമായിട്ടുള്ള ഭയം മോശഫലമാണല്ലോ. അതേപോലെ തന്നെ നമ്മളുടെ സന്താനങ്ങൾ നിമിത്തം കുറച്ച് അരിഷ്ടത വന്നു ചേരുന്ന ഒരു മോശഫലത്തെയും 5ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 1-ാം തീയതി വരെ ബുധൻ 5ലാണ്. 5ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഭാര്യ പുത്ര കലഹം ഉണ്ടാവുക, ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക, അതായത് കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ, നല്ല ഫലവും അല്ലല്ലോ. നമ്മളുടെ ഉള്ള സമാധാനം കൂടി ഇങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് ഒരു പരിധിവരെ ഈ കലഹം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല രീതിയിലുള്ള വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ഫെബ്രുവരി 1-ാം തീയതിക്ക് ശേഷം ബുധൻ 6ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5ൽ നിൽക്കുന്ന ആ മോശഫലമൊക്കെ മാറി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ വരിക. ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, കാര്യജയം ഉണ്ടാവുക, സ്ഥാന അഭ്യുന്നതി ഉണ്ടാവുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക. കാര്യജയം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഫലം നമുക്ക് ജീവിതത്തിൽ അനുഭവവേദ്യമായിട്ട് വരിക. ബുധനെ കൊണ്ടാണ് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഈ നല്ല ഫലം ഫെബ്രുവരി 1-ാം തീയതിക്ക് ശേഷം ബുധൻ 6ലേക്ക് വരുമ്പോഴാണ് എന്നൊന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം 9-ലാണ്. വളരെ നല്ല രീതിയിൽ തന്നെ പലവിധേന ഭാഗ്യങ്ങൾ വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, ഭർത്തൃസുഖം അനുഭവിക്കുക, ഭാര്യാസുഖം അനുഭവിക്കുക, നമ്മുടെ സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, നല്ല ഫലം ലഭിക്കുക, അതേപോലെ തന്നെ ആജ്ഞാസിദ്ധി ഉണ്ടാവുക.
ആജ്ഞാസിദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുവാനായിട്ട് പ്രത്യേകിച്ചൊരു സാമർഥ്യം വന്നു ചേരുക, എല്ലാ കാര്യങ്ങളിലും ഒരു നിപുണത വന്നു ചേരുക, ഈശ്വരാധീനമുള്ള കാലയളവ്. 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. സന്താനങ്ങൾ നിമിത്തം സന്തോഷം അനുഭവിക്കുക, ധനലാഭം ഉണ്ടാവുക, ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക, ഗുരുജനങ്ങളിൽ നിന്ന് നമുക്ക് അനുഗ്രഹമൊക്കെ വാങ്ങുവാനായിട്ട് സാധിക്കുക. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക, നമ്മളുടെ ബന്ധുക്കളാലുള്ള ഗുണം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക. 9-ൽ നിൽക്കുന്ന വ്യാഴവും 5-ൽ നിൽക്കുന്ന ശുക്രനും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക്. 7-ൽ നിൽക്കുന്ന ശനി അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. ദുർജനങ്ങളായിട്ടുള്ള സംസർഗം ഉണ്ടാവുക, അതായത് നമുക്ക് ചേരാത്തവരുമായിട്ട് നമുക്ക് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. അപ്പം നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ ഉണ്ടാവുക. ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ദൂരദേശ യാത്രയ്ക്ക് ഉണ്ടാവുക, വിചാരിക്കാതെ തന്നെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ദൂരദേശ യാത്ര ചെയ്യേണ്ടി വരിക. അത് അത്ര നല്ല ഫലമല്ലല്ലോ, അലച്ചിലുണ്ടാക്കുന്നതാണല്ലോ ദൂരദേശ യാത്രയൊക്കെ. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദുരിതങ്ങളെല്ലാം നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ അതിനെയെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഉത്രം മുക്കാല അത്തം ചിത്തിരാര കന്യക്കൂറുകാർക്ക് 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല കേട്ടോ സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുവാനായിട്ടുള്ള ഫലം, അതേപോലെ തന്നെ വിചാരിക്കാതെ തന്നെ ഓരോ രോഗദുരിതങ്ങൾ വന്നു ചേരുക. 4-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഉദരരോഗം ഉണ്ടാവുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ ശുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടാനായിട്ടുള്ള സാഹചര്യം, നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുക. അപ്പോൾ ഈ 4-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് വന്നു ചേരുവാനിടയിലുള്ള പല ദുരിതങ്ങളെയും ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഫെബ്രുവരി 1-ാം തീയതി വരെ ബുധൻ 4-ലാണ്, നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ബന്ധുലാഭം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക, ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക. പക്ഷെ 1-ാം തീയതിക്ക് ശേഷം 5-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലമല്ല. ഭാര്യ പുത്ര കലഹം ഉണ്ടാവുക, ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക, അതായത് നമ്മളുടെ കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. ഒരു പരിധിവരെ കലഹം ഉണ്ടാവുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് സ്വയം മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. വ്യാഴം 8-ലാണ് കുറച്ച് കാലമായിട്ട് നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. എല്ലാം എപ്പോഴും അലച്ചിലുണ്ടാവുക, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടേണ്ടി വരിക, കഠിനങ്ങളായിട്ടുള്ള വ്യാധികൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. ഈ വ്യാഴം 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ആ മോശഫലത്തെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ സാധിച്ചൊന്നും വരില്ല. നമ്മുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിരുത്തി തൊഴുക. നമ്മളുടെ കുടുംബത്തിരുന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുവാനായിട്ട് ശ്രമിക്കുക. 4-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ബന്ധുജന സഹവാസം, ഇന്ദ്രനെ പോലെ ശക്തിയൊക്കെ ഉണ്ടാവുക, ബന്ധുക്കളോടുകൂടി സുഖമായിട്ട് വസിക്കുക. ഇന്ദ്രൻ്റെ അത്രയൊന്നും നമുക്ക് ശക്തി ഉണ്ടാവില്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം അല്ലേ. എന്തായാലും നമ്മുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടുവാനായിട്ടുള്ള ഫലത്തെയാണ് 4-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ചന്ദ്രാലുള്ള ഫലം നോക്കുമ്പോൾ ആദ്യം തന്നെ പൊതുവെ വ്യാഴം എവിടെയാണ്, ശനി എവിടെയാണെന്നൊക്കെയാണ് പൊതുവെ എല്ലാവരും നോക്കുക. വ്യാഴം 8-ലാണ്, മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കന്യക്കൂറുകാർക്ക്. പക്ഷേ ശനി 6-ലാണ്, വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. രോഗശാന്തി ഉണ്ടാവുക, ഏതെങ്കിലും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം ശമനം വന്നു ചേരുന്ന വളരെ നല്ല ഫലമാണ് 6-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട്. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും വന്നു ചേരാത്ത ഗംഭീര ഫലമാണ് ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും കന്യക്കൂറുകാരുടെ ഗ്രഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ക്ഷേത്ര ദർശനാദികളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ തന്നെ ഈശ്വര സേവയിലൂടെ അതിനെയെല്ലാം ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ചിത്തിരാര ചോതി വിശാഖം മുക്കാല തുലാക്കൂറുകാർക്ക് 4-ലാണ് സൂര്യൻ നിൽക്കുന്നത്. 4-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ വിഘ്നങ്ങൾ, തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട്
പ്രത്യേകിച്ച് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. 3-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് തുലാക്കൂറുകാർക്ക് പറയുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഗംഭീര ഫലം. അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക, ധാതു ദ്രവ്യപ്രാപ്തി ഉണ്ടാവുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേരുന്ന ഒരു കാലയളവാണ്. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിച്ച് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ വരുന്ന ഒരു കാലയളവിനെയാണ് 3-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 1-ാം തീയതി വരെ ബുധൻ 3-ലാണ് നിൽക്കുന്നത്. 3-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അകാരണമായിട്ടുള്ള ഭയം, മാനസികമായിട്ടുള്ളൊരു ഭയം, ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുമോ, അങ്ങനെയുള്ളൊരു മാനസികമായിട്ടുള്ള ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. 4-ലേക്ക് വരുമ്പോൾ, 1-ാം തീയതിക്ക് ശേഷം ബുധൻ 4-ലേക്ക് വരുമ്പോൾ ബന്ധു കുടുംബ അഭിവൃദ്ധി ഉണ്ടാവുക, വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, ധനപുഷ്ടി വന്നു ചേരുക. 7-ലാണ് വ്യാഴം നിൽക്കുന്നത്, വളരെ നല്ല ഫലത്തെ തന്നെ തുലാക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നു. ഈശ്വരാധീനമുള്ള കാലയളവ്, നല്ല ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക, വാക് സാമർഥ്യം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, കാര്യസിദ്ധി ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 3-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ട് നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു ഫലമാണ് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്, ശത്രുനാശം ഉണ്ടാവുക. അതേപോലെ തന്നെ ആജ്ഞാസിദ്ധി ഉണ്ടാവുക. ആജ്ഞാസിദ്ധി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുവാനായിട്ട് നമുക്ക് വന്നു ചേരുന്ന ഒരു സാമർഥ്യമാണ് ആജ്ഞാസിദ്ധി. അതേപോലെ തന്നെ ബഹുമാനസിദ്ധി ഉണ്ടാവുക, നമ്മൾ സമൂഹത്തിൽ ആദരിക്കപ്പെടുക, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിശേഷപ്പെട്ടതായിട്ടുള്ള വസ്ത്രങ്ങൾ അണിയുവാനായിട്ട് സാധിക്കുക, നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക. അപ്പോൾ 7-ൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ടും 3-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും വളരെ നല്ല ഫലത്തെയാണ് തുലാക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലമായിട്ട് 5-ലാണ് ശനി നിൽക്കുന്നത്, അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. നമ്മളുടെ സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് 5-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും തുലാക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ, നാമജപത്തിലൂടെ അതിനെ എല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. വിശാഖം കാലകാലം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 3-ലാണ് നിൽക്കുന്നത്. 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക. അത്രയൊന്നും ഇല്ല എങ്കിൽ പോലും ഇപ്പം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാത്ത നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം ശമനം വന്നു ചേരുന്നൊരു കാലയളവ്, വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. പക്ഷെ 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. ചോരഭയം, അതായത് പണം സൂക്ഷിച്ചു വയ്ക്കേണ്ടതുണ്ട്, സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം മോഷ്ടാക്കളാൽ പണം മോഷ്ടിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചൊവ്വയെ കൊണ്ട് അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ഏർപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. മനോവിചാരവ്യാധി, ഒരു കാര്യം ഉണ്ടാവില്ല, പക്ഷെ വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുക. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയും ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങൾ വന്നു ചേരാത്ത നല്ല ഫലത്തെ സൂര്യനെ കൊണ്ട് സൂചിപ്പിച്ചു. 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഈ ദുരിതം വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ ഏത് ഫലമാവും നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് ആർക്കും സംശയം തോന്നാം. നമ്മളുടെ ജാതകപ്രകാരം സൂര്യൻ വളരെ നല്ല സ്ഥാനത്താണ്, ഇഷ്ടപ്പെട്ട സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലമാവും നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക കൂടുതലും. അതേപോലെ തന്നെ ചൊവ്വയ്ക്ക് നമ്മളുടെ ജാതകപ്രകാരം ബലമില്ല എങ്കിൽ ഈ ചൊവ്വയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലത്തെയും ഒരു പരിധിവരെ നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടവരും എന്നൊന്ന് മനസ്സിലാക്കുക. ഫെബ്രുവരി 1-ാം തീയതി വരെ ബുധൻ 2-ലാണ് നിൽക്കുന്നത്, അതിനുശേഷം 3-ലേക്കാവും. 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, ധനസമൃദ്ധി ഉണ്ടാവുക. 2-ാം ഭാവം കൊണ്ടാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ 2-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശുഭഗ്രഹമാണ് ബുധൻ. അതുപോലെ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടാണ്.
അപ്പൊ ഈ ബുധൻ 2-ൽ നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുക. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3-ലേക്ക് വരുമ്പോൾ, അതായത് 1-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുമ്പോൾ ശത്രുഭയം, ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുവോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. 6-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കുറച്ച് കാലമായിട്ട് 6-ലാണ് വ്യാഴം. സുഖസാധനങ്ങൾ ഉണ്ടായാലും ആ സുഖം നമുക്ക് അനുഭവിക്കാൻ യോഗമില്ലാത്തൊരവസ്ഥ, എന്തൊക്കെയുണ്ടെങ്കിലും നമുക്കത് അനുഭവവേദ്യമാകാതെ വരുന്നൊരവസ്ഥ. അപ്പോൾ ഈ യോഗമില്ലാത്ത അവസ്ഥ മാറി ആ യോഗം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചോളൂ. 2-ലാണ് ശുക്രൻ നിൽക്കുന്നത്. ധനധാന്യ സമൃദ്ധി ഉണ്ടാവുക, ബന്ധു കുടുംബ അഭിവൃദ്ധി ഉണ്ടാവുക, ബഹുമാന സിദ്ധി ഉണ്ടാവുക, നമുക്ക് സമൂഹത്തിൽ ആദരവൊക്കെ ലഭിക്കുക. വളരെ നല്ല ഫലമാണ് 2-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട്. സന്തോഷമുള്ള കുടുംബത്തോടു കൂടിയിരിക്കുക. കുറച്ചു കാലമായിട്ട് 4-ലാണ് ശനി നിൽക്കുന്നത്. കണ്ടകശനി സ്ഥാനാണ്, അത്ര നല്ല ഫലമല്ല ജ്യോതിഷപരമായി സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. നമുക്ക് മനസ്സിൽ വേണ്ടാത്ത ദുർബുദ്ധി വന്നു ചേരുക. വേണ്ട ബുദ്ധിയാണല്ലോ നമുക്ക് എല്ലാവർക്കും തോന്നേണ്ടത്. ദുർബുദ്ധി വന്നു ചേരുക. ഓരോരോ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാർഗം ഉപയോഗിക്കുക. എളുപ്പമാർഗം ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അത് ദുർബുദ്ധിയും കൂടിയാണെന്നുണ്ടെങ്കിൽ പറയേണ്ടതില്ല. പൊതുവെ കലഹം ഉണ്ടാവുക, എല്ലാവരോടും കലഹം ഉണ്ടാവുക, കുടുംബത്ത് കലഹം ഉണ്ടാവുക, ഭാര്യാവിരഹം, ധനത്തിന് ചിലവ് കൂടുക. 4-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നല്ല ഫലമല്ല പറയുന്നത്. അപ്പോൾ ഈ കലഹം ഉണ്ടാവാനായിട്ട് ഇടേണ്ടതെന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. നല്ല ബുദ്ധി തോന്നുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശനൈശ്വരായ നമഃ എന്നുള്ള നാമമൊക്കെ നാമം ജപിക്കുമ്പോൾ ജപിക്കുക. വൃശ്ചികക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ തന്നെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. മൂലം പൂരാടം ഉത്രാടം കാല ധനുക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 2-ലാണ് നിൽക്കുന്നത്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കടം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം. അതേപോലെ തന്നെ ധനപരമായിട്ട് ചിലവുകൾ കൂടുവാനായിട്ടുള്ള സൂചനയുണ്ട്. ജന്മത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. ദേഹകാര്യഭംഗം, വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാര്യവിനാശം എന്ന മോശഫലമാണല്ലോ പറയുന്നത്, കാര്യഭംഗം എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ ഈ മോശഫലം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ പ്രത്യേകിച്ച് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലം നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഫെബ്രുവരി 1-ാം തീയതി വരെ ജന്മത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 1-ാം തീയതിക്ക് ശേഷം 2-ലേക്കാവും. ജന്മത്തിൽ നിൽക്കുമ്പോഴും 2-ൽ നിൽക്കുമ്പോഴും നേരെ വിപരീത ഫലങ്ങളാണ് പറയുന്നത്. ജന്മത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് പറയുന്നത് തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം ഉണ്ടാവുക, അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഈ ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് ഫെബ്രുവരി 1-ാം തീയതിക്ക് ശേഷം 2-ലേക്ക് വരുമ്പോൾ നമ്മുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, ധനസമൃദ്ധി ഉണ്ടാവുക. അപ്പോൾ ഈ 2-ലേക്ക് വരുമ്പോൾ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. കുറച്ചു കാലമായിട്ട് വ്യാഴം 5-ലാണ് നിൽക്കുന്നത്. ധനുക്കൂറുകാർക്ക് ദൈവാധീനമുള്ള കാലയളവാണ്. ഒരു പരിധിവരെ വ്യാഴം 5-ൽ നിൽക്കുന്നതാണ് മറ്റു പല ദുരിതങ്ങളെയും ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാം ലാഭമാണ് പറയുന്നത്. വ്യാഴം 5-ൽ നിൽക്കുമ്പോൾ ധനലാഭം ഉണ്ടാവുക, സന്താന ലാഭം ഉണ്ടാവുക, സന്താന ഗുണം അനുഭവിക്കുക, ഗൃഹലാഭം ഉണ്ടാവുക, വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. ജന്മത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഭാര്യാസംഗമം ഉണ്ടാവുക, ഭർത്തൃസംഗമം ഉണ്ടാവുക. ഭാര്യാഭർത്തൃബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവരാഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിശേഷങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ അണിയുവാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ 3-ലാണ് ശനി നിൽക്കുന്നത്. 3-ൽ നിൽക്കുന്ന ശനിയെക്കൊണ്ടും ധനുക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന സർവ്വ അഭീഷ്ട സിദ്ധി, നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവുക, ധനം വന്നു ചേരുക. ആനയെ വാങ്ങുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അതുവരെ നടക്കുന്നതാണ്.
മൂന്നിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും ധനുക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ തന്നെ ഒരു പരിധിവരെ മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര മകരക്കൂറുകാർക്ക് ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ദേഹത്തിന് പൊതുവെ ഒരു ക്ഷീണം വന്നു ചേരുക, ദേഹപീഠകൾ അനുഭവിക്കുക, കുറച്ച് അലച്ചിലുണ്ടാവുക, പലവിധ രോഗദുരിതങ്ങൾ, കുറച്ച് മോശഫലത്തെയാണ് ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 12-ൽ ചൊവ്വ നിൽക്കുമ്പോൾ പല പ്രകാരേണയുള്ള ദുരിതങ്ങൾ തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒട്ടും വിചാരിക്കാതെ തന്നെ ധനപരമായിട്ട് ചെലവുകൾ കൂടുക, ദുർവ്യയം, ആവശ്യമില്ലാതെ തന്നെ പണത്തിന് ചെലവ് വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ പ്രത്യേകിച്ച് മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ചാമാം ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചോളൂ. ഒരു പരിധിവരെ ഈ മോശഫലം നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഫെബ്രുവരി 1-ാം തീയതി വരെ ബുധൻ 12-ലും അതിനുശേഷം ജന്മത്തിലേക്കാവും. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും മകരക്കൂറുകാർക്ക് ബുധനെ കൊണ്ട് നല്ല ഫലമല്ല പറയുന്നത്. 12-ൽ നിൽക്കുമ്പോൾ ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക, പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുക. ജന്മത്തിലേക്ക് വരുമ്പോഴോ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹമുണ്ടാവുക. ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതായത് നമ്മളുടെ വാക്കുകൾ നിമിത്തം തന്നെയാണ് കലഹമുണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ. ഓരോ ദുരിതങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണല്ലോ. അതായത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം ഉണ്ടാവുന്നത് എന്ന് സ്വയം മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. 4-ൽ വ്യാഴം നിൽക്കുമ്പോൾ പറയുന്നത് ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത വന്നു ചേരുക, ഒരേടത്തും ഒരു സുഖമില്ലാത്ത അവസ്ഥ. പക്ഷേ എന്തായാലും 12-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് മകരക്കൂറുകാർക്ക് പറയുന്നത്. വിവിധങ്ങളായിട്ടുള്ള ദ്രവ്യലാഭം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക, വസ്ത്രാദി സമൃദ്ധി ഉണ്ടാവുക, വിശേഷപ്പെട്ട നമുക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അണിയുവാനായിട്ട് സാധിക്കുക. 2-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ധനപരമായിട്ട് ചെലവുകൾ കൂടുക, അതേപോലെ തന്നെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുക. കുറച്ച് മോശഫലമാണ് 2-ൽ ശനി നിൽക്കുമ്പോൾ. അപ്പോൾ ഈ ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയും സൂചിപ്പിച്ചു 12-ൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഈ നല്ല ഫലം നമുക്ക് എങ്ങനെയാണ് വന്നു ചേരുക എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് ആർക്കും സംശയം തോന്നാം. പല ഗ്രഹങ്ങളെ കൊണ്ടും മോശഫലമാണല്ലോ സൂചിപ്പിച്ചത്. നമ്മളുടെ ജാതകപ്രകാരം ശുക്രൻ വളരെ ബലവാനായിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നല്ല ഫലവും നമ്മളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായിട്ട് വരുമെന്ന് മനസ്സിലാക്കുക. മകരക്കൂറുകാരുടെ ഗ്രഹപിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. അവിട്ടത്തറ, ചതയം, പൂരൂരുട്ടാതി, മുക്കാല് കുംഭക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 12-ലാണ് നിൽക്കുന്നത്. 12-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം ശുഭകർമ്മ ഫലം ഇല്ലാത്തൊരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരാത്ത അവസ്ഥ. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടല്ലേ. 11-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ജനപദ അധികാര ലാഭം ഉണ്ടാവുക, പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക, നല്ല സുഖം അനുഭവിക്കുക. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വ്യവഹാരങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിച്ച് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, ആദായം വന്നു ചേരുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ഫെബ്രുവരി 1-ാം തീയതി വരെ ബുധൻ 11-ലാണ്, അതിനുശേഷം 12-ലേക്കാവും. 12-ലേക്ക് വരുമ്പോൾ നല്ല ഫലമല്ല. 1-ാം തീയതി വരെ 11-ൽ നിൽക്കുമ്പോൾ ഏത് ഗ്രഹം 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണ് പറയുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11-ൽ ബുധൻ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ വാഗ്മാധുര്യം ഉണ്ടാവുക, നമ്മുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, ധനസമൃദ്ധി ഉണ്ടാവുക, ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും വിജയത്തിലേക്ക് വരിക, കാര്യസിദ്ധി ഉണ്ടാവുക, കാര്യവിജയം ഉണ്ടാവുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരു പരിധിവരെ ബുധൻ 11-ൽ നിൽക്കുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ഗൃഹസ്ഥർക്കാണെന്നുണ്ടെങ്കിലും വളരെ മനസമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടിയുള്ള കുടുംബജീവിതം വന്നു ചേരുക, കുടുംബ സുഖം അനുഭവിക്കുക. ഈ നല്ല ഫലം ഫെബ്രുവരി 1-ാം തീയതി വരെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. 12-ലേക്ക് വരുമ്പോൾ ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക, അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുക. ഇങ്ങനെയുള്ളൊരു മോശഫലത്തെയാണ് ഫെബ്രുവരി 1-ാം തീയതിക്ക് ശേഷം ബുധൻ 12-ലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത്.
കുറച്ചു കാലമായിട്ട് മൂന്നിലാണ് വ്യാഴം, അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കാര്യവിനാശം, അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മൾ നാമം ജപിക്കുമ്പോൾ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചോളൂ. നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിച്ചോളൂ. 11 ശുക്രൻ നിൽക്കുന്നത് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, ബന്ധുഗുണം അനുഭവിക്കുക, നല്ല ബന്ധുക്കൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. കുറച്ചു കാലമായിട്ട് ജന്മത്തിലാണ് ശനി, അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അഗ്നിസംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക. വിചാരിക്കാതെ തന്നെ ദൂരദേശ യാത്രയ്ക്ക് ഉണ്ടാവുക, അലച്ചിലുണ്ടാവുക, ധനപരമായിട്ട് എത്ര കിട്ടിയാലും മതിയാവാത്ത അവസ്ഥ, ചിലവ് വന്നു ചേരുക. 10 കിട്ടിക്കഴിഞ്ഞാൽ 20 ഉറുപ്പ്യം ചിലവാകുക. ഇടയ്ക്കിടയ്ക്ക് സ്വജനങ്ങളോട് അകന്നു നിൽക്കേണ്ടി വരിക, ദൂരദേശ യാത്രയ്ക്ക് ഉണ്ടാവുക. എന്തായാലും കുംഭക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും നാമജപാദികളും ഒക്കെ തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ, നാമജപത്തിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെയൊക്കെ അതിനെയെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. പൂരുരുട്ടാതി കാലം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 11 നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ഏത് ഗ്രഹം 11 നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11 സൂര്യൻ നിൽക്കുമ്പോൾ സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, വിചാരിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും അത്രയൊന്നും ഇല്ല എങ്കിൽ പോലും ഇപ്പം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും വ്യാധികൾ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ വ്യാധികൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ശമനം വന്നു ചേരുന്ന ഒരു കാലയളവ്. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് വന്നു ചേരുക, ശുഭകർമ്മഫലം, നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക. അതേപോലെ തന്നെ തൊഴിൽ സ്ഥാനമായിട്ടുള്ള 10 ചൊവ്വ നിൽക്കുന്നത്. നല്ല ഫലത്തെ തന്നെയാണ് വീണ്ടും സൂചിപ്പിക്കുക. പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക. അപ്പൊ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന മീനക്കൂറുകാർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഭൂമിയിൽ നിന്ന് ആദായം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. നല്ല ഫലത്തെയാണ് 10 നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 1 വരെ ബുധൻ 10 അതിനുശേഷം 11 10 നിൽക്കുമ്പോഴും 11 നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 1 വരെ 10 നിൽക്കുമ്പോൾ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും വന്നു ചേരാത്ത ഗംഭീര ഫലം. തൊഴിൽപരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 10 നിൽക്കുമ്പോൾ ഫെബ്രുവരി 1 വരെ. 11 വരുമ്പോൾ വാക്മാധുര്യം ഉണ്ടാവുക, ബഹുധന ലാഭം ഉണ്ടാവുക. 11 വരുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലം. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിലും വളരെ മനസ്സന്തോഷത്തോടു കൂടിയുള്ള കുടുംബജീവിതം ഉണ്ടാവുക. കുറച്ചു കാലമായിട്ട് വ്യാഴം 2 വളരെ നല്ല ഫലത്തെയാണ് ഈശ്വരാധീനം ഉള്ള കാലയളവിനെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള നല്ല ഫലം, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്, ശത്രുനാശം ഉണ്ടാവുക. അതുപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. ശുക്രൻ 10 നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ശുക്രൻ പല സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്, 1 തൊട്ട് 12 വരെ നോക്കുമ്പോൾ. പക്ഷെ 10 നിൽക്കുന്ന ശുക്രൻ പ്രത്യേകിച്ചൊരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹത്തിന്റെ കൂടെ ഒരു പരിധിവരെ അപമാനം ഉണ്ട്, അല്ലേ? അപ്പൊ ഈ കലഹം ഉണ്ടാവുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെ അപമാനം ഉണ്ടാവാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. 12 ശനി നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഇടയിടയിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നു ചേരും. ഒന്ന് കഴിഞ്ഞു മറ്റൊന്ന്, മറ്റൊന്ന് കഴിഞ്ഞു വേറൊന്ന്, ഓരോരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അടുത്തതായിട്ട് ഇങ്ങനെ വരിക. എന്തായാലും മീനക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഈശ്വര സേവയും നാമജപാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ, നാമജപത്തിലൂടെ നമുക്ക് അതിനെയെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ ഗൂഗിൾ പേയും വാട്സപ്പും ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും
ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.